കുറേ മാസങ്ങൾക്ക് മുമ്പ് മേരി അൽഫേഴ്സിനോട് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ അൾത്താരയ്ക്ക് സമീപം ഒരു സ്ത്രീയുടെ സാന്നിധ്യം എത്രയോ ഏറെ ആവശ്യമാണ്. ഈ ലോകത്തിൻ്റെ അന്തമില്ലാത്ത ദുരിതങ്ങളിൽ നിന്നും അളവിലും ഗുണത്തിലും ഏറെ മോചനം നൽകുവാൻ പുരുഷന്മാരെക്കാളധികം കഴിയുക സ്ത്രീകൾക്കാണ്. പിന്നെ പുരുഷൻ്റെ അടുത്തെത്തുമ്പോൾ പൂർണ്ണ മോചനവും കൈവരുന്നു. അല്ലയോ വനിതാ ശിഷ്യരെ, ധാരാളം ഹൃദയങ്ങൾ, വിശേഷിച്ചും സ്ത്രീകളുടേത്, നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. വഴിതെറ്റിപ്പോയ സ്വന്തം മക്കളെ എന്ന പോലെ അവരെ നിങ്ങൾ സ്വീകരിക്കണം. രക്ഷിതാക്കളെ അഭിമുഖീകരിക്കുവാൻ ബന്ധപ്പെട്ട് പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരുന്നവരെ എന്ന പോലെ ആയിരിക്കണം നിങ്ങൾ അവരെ സ്വീകരിക്കേണ്ടത്. കുറ്റവാളികൾക്ക് വീണ്ടും സമാധാനം കൊടുക്കുകയും ന്യായാധിപന്മാർക്ക് ശാന്തത കൊടുക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയണം. അനേകം ആളുകൾ ദൈവത്തെ അന്വേഷിച്ച് നിങ്ങളുടെ പക്കലെത്തും. ക്ഷീണിതരായ തീർത്ഥാടകരെ എന്ന പോലെ നിങ്ങൾ അവരെ സ്വാഗതം ചെയ്ത് ഇങ്ങനെ പറയണം: ഇതാണ് ദൈവത്തിൻ്റെ ഭവനം. അവിടുന്ന് ഉടനെ തന്നെ ഇവിടെ എത്തും. ഈ സമയം കൊണ്ട് നിങ്ങളുടെ സ്നേഹത്താൽ അവരെ നിങ്ങൾ വലയം ചെയ്യണം. എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു പുരോഹിതൻ അവിടെ എത്തും. സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു സ്ത്രീക്കറിയാം. സ്നേഹിക്കാൻ വേണ്ടിയാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും സ്നേഹത്തെ വെറും ഇന്ദ്രിയാസക്തിയായി അവൾ തരം താഴ്ത്തിയേക്കാമെങ്കിലും യഥാർത്ഥ സ്നേഹമെന്ന ആത്മാവിൻ്റെ മുത്ത് അവളുടെ ഹൃദയത്തിനുള്ളിൽ ബന്ധിതമായി കിടപ്പുണ്ടായിരിക്കും. ഇന്ദ്രിയാസക്തിയുടെ ചെളി പുരളാത്ത സ്നേഹം മാലാഖമാരുടെ ചിറകുകളുള്ളതും സുഗന്ധപൂർണവും പരിശുദ്ധിയാൽ കത്തിജ്വലിക്കുന്നതും ദൈവത്തെ അനുസ്മരിപ്പിക്കുന്നതുമായിരിക്കും. അത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുന്നതുമാണ്. സ്ത്രീ നന്മയുടെ മൂർത്തീകരണമാണ്. പരമോന്നത സൃഷ്ടിയായ പുരുഷൻ്റെ സമീപത്തുണ്ടായിരിക്കണം. ആദാമിന് ഏകാന്തത തോന്നാതിരിക്കുവാൻ വേണ്ടി ഞാൻ ഒരു സഹായികളെ ഒഴിവാക്കിക്കൂടാ. സ്നേഹത്തിൻ്റെ ഈ മൂർത്തിഭാവങ്ങളെ സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനു വേണ്ടി അവ ഉപയോഗപ്പെടുത്തുകയും വേണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ അയൽപ്പക്കങ്ങളിൽ എത്തിക്കുവാൻ കഴിയും. പശ്ചാത്തപിക്കുന്ന കുറ്റവാളികളോട് അങ്ങേയറ്റം ദയ കാണിക്കണം. ദൈവത്തെ പേടിക്കേണ്ടതില്ലെന്ന് അവരോട് പറയണം. അമ്മമാർക്കും സഹോദരിമാർക്കും ഇത് ചെയ്യുവാൻ കഴിയുകയില്ലേ? നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സഹോദരന്മാർക്കും ഇടയ്ക്കിടെ രോഗം വരാറില്ലേ? അപ്പോൾ ഒരു വൈദ്യൻ്റെ സേവനം ആവശ്യമായി വരാറുണ്ടല്ലോ. രോഗികൾ ഭയത്തോടു കൂടിയായിരിക്കും കഴിയുന്നത്. എന്നാൽ നിങ്ങളുടെ തലോടലുകളും സ്നേഹപൂർണമായ വാക്കുകളും അവരെ ആശ്വസിപ്പിക്കും. മുമ്പത്തെ പോലെ അവർക്ക് ഭയമുണ്ടാകുകയില്ല. കാരണം അവരുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചിട്ടുണ്ടാവും. രോഗിയെ സുഖപ്പെടുത്തുവാൻ ഇത് വൈദ്യനെ സഹായിക്കും. കുറ്റവാളികൾ നിങ്ങളുടെ രോഗബാധിതരായ സഹോദരന്മാരും മക്കളുമാണ്. വൈദ്യനെയും അയാളുടെ ശുശ്രൂഷകയെയും അവർക്ക് ഭയമായിരിക്കും. പക്ഷെ അങ്ങനെ ആയിക്കൂടാ. എന്നാൽ ദൈവത്തിൻ്റെ നന്മയെപ്പറ്റി നിങ്ങൾക്കറിയാമല്ലോ. ദൈവം നല്ലവനാണെന്നും ദൈവത്തെ പേടിക്കേണ്ടതില്ലെന്നും അവരോട് പറയുക. നിങ്ങളിത് മേലിൽ ആവർത്തിക്കരുത് എന്ന് അവരോട് പറയുക. ഒരിക്കൽ തിന്മ ചെയ്യുകയും അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തവർ ആ അപേക്ഷ തള്ളിക്കളയുകയില്ല. അവനെ സുഖപ്പെടുത്താനും അവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാനും ദൈവത്തിന് കഴിയും. പരിശുദ്ധരായി ജീവിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങൾ അമ്മമാരും സഹോദരിമാരും ആയിരിക്കണം. അവർക്ക് സ്നേഹം ആവശ്യമാണല്ലോ. സുവിശേഷ ഘോഷണത്തിൽ അവർ ക്ഷീണിതരും നഷ്ടചിത്തരുമായി തീർന്നേക്കാം. ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലെന്നും വരാം. ഔചിത്യത്തോടും ഉത്സാഹത്തോടും കൂടി അവരെ സഹായിക്കുക. വീട്ടിലും ഭക്ഷണസ്ഥലത്തും കിടക്കയിലും ജോലിസ്ഥലത്തും എന്നുവേണ്ട നിത്യജീവിതത്തിൽ എല്ലായിടത്തും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സ്ത്രീകൾക്കറിയാം. ഭാവിയിലെ സഭ ദൈവത്തിൻ്റെ തീർത്ഥാടന സ്ഥലങ്ങളിലേക്കുള്ള വിശ്വാസികളുടെ തുടർച്ചയായൊരു പ്രവാഹമായിരിക്കും. അവർക്ക് നിങ്ങൾ ഹോട്ടൽ ജോലിക്കാരെ പോലെ ദയാപൂർവം സഹായങ്ങൾ ചെയ്തു കൊടുക്കണം.
എല്ലാ ജോലികളും ഏറ്റവും വിനയത്തോടെ ചെയ്യണം. അങ്ങനെയായാൽ ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്ക് തങ്ങളുടെ ഗുരുവിൻ്റെ ജോലി സ്വാതന്ത്ര്യത്തോടെ ചെയ്യുവാൻ കഴിയും. പിൽക്കാലത്ത് ബുദ്ധിമുട്ടും രക്തച്ചൊരിച്ചിലും ക്രൂരതയുമുള്ള സമയങ്ങൾ വരും. ക്രിസ്ത്യാനികൾ, വിശുദ്ധന്മാർ പോലും കഠിനമായ പീഡനത്തിന് വിധേയരാവും. അത് പലരെയും ദുർബലരാക്കും. കഷ്ടപ്പാടുകൾ വരുമ്പോൾ മനുഷ്യനൊരിക്കലും അതിശക്തനാവാറില്ല. നേരെ മറിച്ച് പീഡനങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള യഥാർത്ഥമായ കഴിവ് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണുള്ളത്. ഭയം, നിരുത്സാഹം, കണ്ണുനീർ, ക്ഷീണം, രക്തച്ചൊരിച്ചിൽ എന്നിവ വരുമ്പോൾ പുരുഷന്മാർക്ക് നിങ്ങൾ പിന്തുണ നൽകണം. അവരെ നിങ്ങൾ പഠിപ്പിക്കണം. നമ്മുടെ ചരിത്രത്തിൽ അത്ഭുതകരമായി പ്രവർത്തിച്ച സ്ത്രീകളുടെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ജൂഡിത്ത്, ജായേൽ എന്നിവർ വിമോചനത്തിനു വേണ്ടി ധൈര്യപൂർവ്വം പോരാടിയവരാണ്. മക്കബായുടെ പുസ്തകത്തിൽ പറയുന്നത് ഒരു രക്തസാക്ഷിയെക്കാളും 8 മടങ്ങ് മഹത്വവും തൻ്റെ മക്കളെക്കാൾ 7 മടങ്ങ് മഹത്വവും അമ്മയ്ക്കുണ്ടെന്നാണ്. അമ്മയേക്കാൾ മഹത്വം മറ്റാർക്കുമില്ലെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. ഈ അമ്മയ്ക്ക് ശേഷം പീഡനത്തിൽ വസിക്കുന്ന അസംഖ്യം ധീരവനിതകളുണ്ടാവും. അവർ രക്തസാക്ഷികൾക്ക് സമാധാനം നൽകുകയും രക്തസാക്ഷിത്വം തന്നെ വരിക്കുകയും ചെയ്യും. പീഡിതർക്ക് അവർ മാലാഖമാരെ പോലെ ആശ്വാസം നൽകും. അവർ തങ്ങളുടെ ജീവിത രീതിയിലൂടെ മൗനമായി ദൈവത്തിന് സുവിശേഷം പ്രസംഗിക്കും. ദൈവത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള സ്നേഹത്താൽ തന്നെ അവർ അഭിഷിക്തരും വിലപ്പെട്ടവരും ആയിത്തീരും. ഇതിലേക്ക് അവർക്ക് മറ്റൊരു അഭിഷേകവും ആവശ്യമില്ല. നിങ്ങളുടെ പ്രധാന ചുമതലകളെ സംബന്ധിച്ച രൂപരേഖകൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് പ്രത്യേകമായി അധിക സമയം നീക്കിവെക്കുവാൻ എനിക്ക് കഴിയുകയില്ല. എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ രൂപപ്പെട്ടു വരണം. ഈ കാര്യത്തിൽ പൂർണ്ണമായി മാർഗനിർദ്ദേശം തന്ന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുക എൻ്റെ അമ്മയ്ക്കാണ്. ഇന്നലെ എൻ്റെ അമ്മയുടെ ഈ കരങ്ങൾ ഈശോ മേരിയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പെൺകുട്ടിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കുകയും അമ്മയോടൊപ്പം ഏതാനും മണിക്കൂറുകൾ ചെലവഴിക്കുകയും ചെയ്തു. ആ പെൺകുട്ടിയിൽ ദൈവകൃപയുടെ ഫലം പരിപക്വമാവുകയും പൂർത്തിയാവുകയും ചെയ്തത് അപ്പോഴാണ്. തൻ്റെ പുത്രനായ ക്രിസ്തുവിനു വേണ്ടി അമ്മ പ്രവർത്തിക്കുന്നത് ഇതാദ്യമല്ല. എൻ്റെ ശിഷ്യരും ബന്ധുക്കളും ഉൾപ്പെടെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിനു വേണ്ടി ആത്മാക്കളെ രൂപപ്പെടുത്തുന്നതിൽ മേരിക്കുള്ള പങ്കിനെപ്പറ്റി അറിയാം. തങ്ങളുടെ ദൗത്യത്തിനു വേണ്ടി ഞാൻ അവരെ വേണ്ടത്ര ഒരുക്കിയിട്ടില്ല എന്ന് കരുതുന്നവരോടും നിങ്ങൾ ഈ കാര്യം പറയണം. ഞാൻ കൂടെയില്ലാത്തപ്പോൾ എൻ്റെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നാൽ കുറെ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയേയില്ല. എന്നാൽ എൻ്റെ അമ്മ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അവളുടേതായ എല്ലാ നന്മകളുടെയും വിവേകം അവളോടൊപ്പം ഉണ്ടായിരിക്കും. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നപ്പോൾ ചെറുപ്പകാലത്തെന്ന പോലെ ഞാൻ അമ്മയുടെ അരികിലിരുന്നു. അമ്മയുടെ മൃദുലവും ശക്തവുമായ തോളിൽ ഞാൻ തലചായ്ച്ചു. അന്ന് ഉച്ചയ്ക്ക് ശേഷം കന്യാവ്രതമെടുത്ത് തിരികെ പോയ പെൺകുട്ടിയെപ്പറ്റി അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. കന്യാഹൃദയത്തിൽ ആകാശത്തിലേതിനേക്കാൾ പ്രകാശമാനമായ ഒരു സൂര്യനെയും വഹിച്ചുകൊണ്ട് തിരികെ പോയ അവളെ അനുസ്മരിച്ച അമ്മ എന്നോട് പറഞ്ഞു, രക്ഷകൻ്റെ അമ്മയായിരിക്കുക എന്നത് എത്രയോ ആനന്ദപ്രദമാണ്. അതെ, ദൈവസൃഷ്ടിയായ ഒരാൾ രക്ഷകനിലേക്ക് വരുന്നത് എത്രയോ ആനന്ദകരമാണ്. ജന്മപാപമല്ലാത്ത മറ്റൊരു പാപവുമില്ലാത്ത ഒരാൾ അങ്ങനെ വരുമ്പോൾ അത് കഴുകിക്കളയുവാൻ എനിക്ക് മാത്രമേ കഴിയൂ. മനുഷ്യൻ്റെ അപൂർണത മൂലമുള്ള മറ്റു പാപങ്ങൾ സ്നേഹത്താൽ കഴുകിക്കളയാൻ കഴിയും. എന്നാൽ എൻ്റെ നല്ല അമ്മ ആത്മാക്കളെ തൻ്റെ പുത്രനിലേക്ക് നയിക്കുന്ന പരമപരിശുദ്ധയായ മാർഗദർശി, മാനസാന്തരത്തിൻ്റെ പരിശുദ്ധ നക്ഷത്രം, വിശുദ്ധരുടെ കരുണാമയിയായ ഗുരുനാഥ, എളിയവരായ എല്ലാവരുടെയും നന്മ നിറഞ്ഞ അമ്മ, രോഗികളുടെ ആശ്വാസം, ആ അമ്മയുടെ അടുക്കലേക്ക് പരിശുദ്ധിയിൽ താല്പര്യമുള്ളവർ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എന്നാൽ മനുഷ്യകുലത്തിൻ്റെ രാജ്ഞിയായ അമ്മയുടെ പാദങ്ങളിലേക്ക്
കുഷ്ഠരോഗികളും ഭീകരന്മാരും ദുർഗന്ധം വമിക്കുന്നവരും സർപ്പങ്ങളും ഇഴഞ്ഞെടുക്കും. അവർ അമ്മയോട് പറയും, ഞങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളെ സഹായിക്കണേ, നിന്റെ പുത്രൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകണേ. നീ അവരുടെ മുറിവുകളിൽ അവിടുത്തെ പരിശുദ്ധമായ കൈ വയ്ക്കണം. നാരകീയമായ വൈകല്യങ്ങളും പാപത്തിൻ്റെ ദുർഗന്ധവുമുള്ള അവരുടെ പക്കലേക്ക് കുനിഞ്ഞ് സ്വർഗീയമായ മാടപ്രാവിൻ്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ അവരെ നോക്കണം. അവരെ വിട്ട് ഓടിപ്പോകരുത്. സാത്താൻ ക്ഷതപ്പെടുത്തി അവരെ മാറോട് ചേർത്ത് അമർത്തുക. ആ ചാപ്പിള്ളകളെ, ആ വൃത്തിഹീനരെ കണ്ണുനീരിൽ കഴുകി ശുദ്ധീകരിച്ച് എൻ്റെ പക്കൽ കൊണ്ടുവരിക. അപ്പോൾ അമ്മ പറയും, രക്ഷകൻ്റെ അമ്മയായിരിക്കുക എന്നത് എത്ര പ്രയാസകരമാണ്. എങ്കിലും ഒരമ്മയാകാൻ അങ്ങ് അവരെ എൻ്റെ പക്കലേക്ക് നയിക്കും. അവിടുത്തെ കരങ്ങളെ ഞാൻ മുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ കരങ്ങളിലൂടെ അനവധി ആളുകൾ എൻ്റെ പക്കൽ വരും. അവരെല്ലാം എനിക്ക് മഹത്വമായി ഭവിക്കുകയും ചെയ്യും. എന്നാൽ അതിനു മുമ്പേ അവർ ഓരോരുത്തരും പരിശുദ്ധയായ അമ്മയുടെ മഹത്വമാണ് എന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട വനിതാ ശിഷ്യകളെ, നിങ്ങൾ എൻ്റെ ഗുരുവിൻ്റെ, ജെയിംസിൻ്റെയും യൂദാസിൻ്റെയും ഗുരുവിൻ്റെ മാതൃക പിന്തുടരുക. ദൈവകൃപയിലും വിവേകത്തിലും വളരുവാൻ ആഗ്രഹിക്കുന്നവർ ഇത് ചെയ്തേ മതിയാവൂ. അവളുടെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. അതെൻ്റെ വാക്കുകൾ തന്നെയാണ്, എന്നാൽ കൂടുതൽ മധുരകരമാണ്. അതിനോടുകൂടി യാതൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. എന്തെന്നാൽ അത് വിവേകമാതാവിൻ്റെ വാക്കാണ്. അല്ലയോ എൻ്റെ സ്നേഹിതരെ, പുരുഷ സഹജമായ അഹംഭാവം നിർമാർജനം ചെയ്ത് സ്ത്രീകളുടെ വിനയവും ദാർഢ്യവും നേടിയെടുക്കുവാൻ പരിശ്രമിക്കുവിൻ. വനിതാ ശിഷ്യരെ നിന്ദിക്കാതെ നിങ്ങളുടെ ഹൃദയകാഠിന്യം കുറയ്ക്കുക. സ്ത്രീകളുടെ ദയാവായ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ കഠിനഹൃദയരും അസഹിഷ്ണുക്കളുമാണെന്ന് പറയുവാൻ എനിക്ക് കഴിയും. സർവോപരി സ്നേഹിക്കാനും വിശ്വസിക്കാനും കർത്താവിന് വേണ്ടി പീഡകൾ സഹിക്കുവാനും നിങ്ങൾ അവരിൽ നിന്നും പഠിക്കുവിൻ. എന്തെന്നാൽ ഞാൻ ദൃഢസ്വരത്തിൽ പറയുന്നു, ദുർബലകളെന്ന് വിശേഷിക്കപ്പെടുന്ന സ്ത്രീകൾ വിശ്വാസത്തിലും സ്നേഹത്തിലും ധൈര്യത്തിലും ഗുരുവിനു വേണ്ടി തങ്ങളെ തന്നെ ബലി കഴിക്കുന്നതിലും കൂടുതൽ ശക്തരായിത്തീരും. അവർ പൂർണ്ണ സമർപ്പണത്തോടെ ഗുരുവിനെ സ്നേഹിക്കുകയും യാതൊരു പ്രതിഫലവും ചോദിക്കാതിരിക്കുകയും യാതൊരു നാട്യവും കാണിക്കാതിരിക്കുകയും എനിക്ക് ശാന്തിയും സന്തോഷവും തരുന്നതിൽ സംതൃപ്തരാവുകയും ചെയ്യുന്നവരാണ്. ഇനി നിങ്ങൾ സ്വന്തം വീടുകളിലേക്കോ നിങ്ങളുടെ അതിഥേയരുടെ വീടുകളിലേക്കോ പോവുക. ഞാൻ അമ്മയുടെ കൂടെ താമസിക്കട്ടെ. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. മാർത്ത ഒഴികെ എല്ലാവരും പോയി. മാർത്ത, നീ ഇവിടെ താമസിക്കുക. നിന്റെ വേലക്കാരനോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് നിനക്ക് ആതിഥ്യം അരുളുന്നത് ബെഥനിയല്ല, ഈശോയുടെ ചെറിയ വീടാണ്. വരിക. അമ്മയോടൊപ്പം ആഹാരം കഴിക്കുകയും അമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുകയും ചെയ്തോളൂ. നീ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കാവലായ ജോസഫിൻ്റെ ആത്മാവ് നിനക്കും കാവലായിരിക്കും. നാളെ കൂടുതൽ ശക്തിയോടും ആത്മവിശ്വാസത്തോടും കൂടി ബെഥനിയിലേക്ക് നിനക്ക് തിരികെ പോകാം. അവിടെ എന്നെയും നിന്നെയും ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ട് വനിതാ ശിഷ്യകളെ ഒരുക്കിയെടുക്കാൻ ശ്രമിക്കണം. മാർത്ത, നീ സംശയാലുവാകേണ്ട. ഞാൻ വെറുതെ വാഗ്ദാനങ്ങൾ തരികയില്ല. എന്നാൽ അണിലുകൾ നിറഞ്ഞ ഒരു മരുഭൂമി സ്വർഗീയ പൂങ്കാവനമാക്കി മാറ്റാൻ സമയമെടുക്കും. ആദ്യം ചെയ്യുന്ന ജോലികൾ ശ്രദ്ധിക്കപ്പെടുകയില്ല. യാതൊന്നും ചെയ്തിട്ടില്ലെന്നേ മറ്റുള്ളവർക്ക് തോന്നൂ. എന്നാൽ വിത്ത് പാകിക്കഴിഞ്ഞിട്ടുണ്ടാവും. വിത്തുകളെല്ലാം പാകിക്കഴിയുമ്പോൾ മഴയുടെ സ്ഥാനത്ത് കണ്ണുനീർ പ്രവഹിക്കും. അത് ആ വിത്തുകളെ തട്ടിയുണർത്തും. അപ്പോൾ നല്ല വൃക്ഷങ്ങൾ വളർന്നു വരും. വരൂ, ഇനി കരയേണ്ട.